വാർത്തകൾ വായിക്കുന്നത് ഹിസാന. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കാരണം ദൂർത്തും ആഡംബര ജീവിതവും. മാസപ്പിറവി കണ്ടാൽ അറിയിക്കണമെന്ന് ഹിലാൽ കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. ഫെബ്രുവരി 28, ശഅബാൻ 29. സൂര്യൻ അസ്തമിച്ച് 26 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ റമളാൻ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ട്. ISL പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഈസ്റ്റ് ബംഗാൾ. ഹൈദരാബാദ് FCക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ജയം. MTQ ന്യൂസ് വായിക്കുന്നത് വന. അലുമിനി കണക്ട് പ്രോഗ്രാം ശ്രദ്ധേയമായി. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന MTQ പൂർവ്വ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ സാധ്യമാക്കുന്നത്. ക്രിക്കറ്റ് കോച്ചും MTQ അലുമിനിയുമായ ഷാക്കിർ സർ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ MTQ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. ഖുർആൻ 30 ജുസ് മനഃപ്പാടമാക്കിയ ഹാഫിസത്ത് ഇഫ ആയിഷയുടെ കാമില പ്രോഗ്രാം തിങ്കളാഴ്ച നടന്നു. വിദ്യാർത്ഥികളും മാനേജ്മെന്റ് അംഗങ്ങളും ഇഫയുടെ ബന്ധുക്കളും പങ്കെടുത്തു. ഹിഫ്ള് വീക്കിലി ടോപ്പേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഹൽക്ക 1 മുഹമ്മദ് ഇൻസമാം, ഹൽക്ക 2 മുഹമ്മദ് ഇസ്മായിൽ, ഹൽക്ക 3 അമൻ, ഹൽക്ക 4 അനാൻ കൽഫാൻ, ഹൽക്ക 5 മുഹമ്മദ് ഷാരിഖ്, ഹൽക്ക 6 റാഷിഖ് ഫറാസ്, ഹൽക്ക 7 അമാന ബിൻത്ത് ത്വാഹ, ഹൽക്ക 8 അംന ബിൻത്ത് ത്വാഹ, ഹൽക്ക 9 ഫാത്തിമ അഷ്റഫ്, ഹൽക്ക 10 ഫർഹ കെ എന്നിവർ ഓരോ ഹൽക്കയിലും മികച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. യു ആർ ലിസണിംഗ് MTQ FM റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മിൻഹ ഷിബിലി. പരീക്ഷകൾ ആരംഭിക്കുകയായി. കുട്ടികളെ പോലെ തന്നെ വലിയ ആദിയിലാണ് രക്ഷിതാക്കളും. പരീക്ഷാ സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ജൗഹർ മുനവ്വർ സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങി പരീക്ഷ തുടങ്ങുകയാണ്. പരീക്ഷ തുടങ്ങുക എന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഏറെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പരീക്ഷയ്ക്ക് ഒരുങ്ങി എല്ലാം പഠിച്ച് മിടുക്കരായി ഇനി പരീക്ഷാ ഹാളിലേക്ക് നാം കയറാൻ പോകുന്നു. പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയമുള്ള മക്കളെ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കണം. പരീക്ഷാ ഹാളിലേക്ക് കയറുകയും പരീക്ഷ എഴുതുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കുട്ടികൾ ഒരു വർഷമായി പഠിച്ചത്, കുട്ടികൾ ഒരു വർഷമായി പ്ലാൻ ചെയ്തതിനെ അവരുടെ ഉത്തരക്കടലാസിലേക്ക് കൃത്യമായി പകർത്തിയാൽ മാത്രമേ അത് മാർക്കായി മാറുകയുള്ളൂ. അങ്ങനെ പകർത്താൻ ആദ്യം മക്കൾക്ക് പകർന്നു നൽകേണ്ടത് ആത്മവിശ്വാസം എന്ന പാഠമാണ്. ആത്മവിശ്വാസം എന്നത് ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആത്മവിശ്വാസം കൊടുക്കുന്ന വാക്കുകൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് എല്ലാം പഠിച്ചില്ലേ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ തുടങ്ങി പേടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കൺഫ്യൂഷനാക്കുന്ന ചോദ്യങ്ങളോ രക്ഷിതാക്കൾ ചോദിക്കരുത്. മോൻ പഠിച്ചതെല്ലാം മോൻ്റെ മനസ്സിലുണ്ടാകും, മോള് പഠിച്ചതെല്ലാം റെഡിയാണ്, ഇനി ധൈര്യമായിട്ട് മോള് പരീക്ഷയ്ക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഒക്കെ കൂടെ ചേർന്ന് നിന്ന് ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ആത്മവിശ്വാസം എന്നതിൻ്റെ ഒരു ശത്രു ആൻസൈറ്റി എന്നതാണ്, ആശങ്ക എന്നർത്ഥം. ആശങ്ക എന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാക്കും, എന്നാൽ ആത്മവിശ്വാസം ഫുൾ സ്റ്റോപ്പാണ് ഉണ്ടാക്കുക. നിങ്ങളുടെ കുട്ടി പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ക്വസ്റ്റ്യൻ മാർക്കുമായാണ് കുട്ടി പരീക്ഷയ്ക്ക് പോകുന്നത് എങ്കിൽ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളും മക്കളും ചിന്തിക്കണം, ആ കുട്ടിക്ക് ആത്മവിശ്വാസം കുറയുന്നു എന്നർത്ഥം, ആശങ്ക കൂടുന്നു എന്നർത്ഥം. പഠിച്ചതെല്ലാം വരുമോ, ഞാൻ പാസ്സാവുമോ, കിട്ടുമോ എന്നൊക്കെ തുടങ്ങിയ സംശയങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി മനസ്സിൽ അവശേഷിക്കരുത്. നാം ഒരു വർഷക്കാലം പഠിച്ചതും ഈ അടുത്ത കാലങ്ങളിലായി വളരെ കൂടുതലായി പുസ്തകത്തിന് മുമ്പിലിരുന്നതുമെല്ലാം മനസ്സിനകത്ത് ഉണ്ടാകും എന്ന ഓർമ്മ വേണം. ഇങ്ങനെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷാ ഹാളിലേക്ക് ഓരോരുത്തരും കയറേണ്ടത്. സ്കൂളിലെത്തിയാൽ പുതിയതായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച് ടെൻഷൻ ഉണ്ടാക്കരുത്. മറ്റുള്ളവർ പഠിക്കുന്നത് നോക്കിയിട്ടും ടെൻഷൻ ഉണ്ടാക്കരുത്. മറ്റുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാകും.
പഠിച്ചതിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമേ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയം ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ അത് വലിയ സമ്മർദ്ദങ്ങൾ നമ്മളിലുണ്ടാക്കും. പഠിച്ചതിനെയെല്ലാം പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓടിച്ച് നോക്കാം, പക്ഷേ ഒന്നും ടെൻഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോവരുത് എന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി നാം ഓർക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാൻ പോവുക പരീക്ഷാ ഹാളിലേക്ക് കയറലാണ്. പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇരുന്ന് ഒന്ന് കൂൾ ആവുക എന്നതാണ്. കൂൾ ഓഫ് ടൈം അതിനു വേണ്ടിയുള്ളതാണ്. ഒന്ന് ശ്വാസം ഒന്ന് വലിച്ച് വിട്ട് ഒരല്പം ഓക്സിജനൊക്കെ അകത്തേക്കെടുത്ത് കൂളായിട്ടിരുന്ന് പരീക്ഷയെ നാം കൃത്യമായി നേരിടണം. അങ്ങനെ വളരെ കൂളായിട്ടിരിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഒരു ആവർത്തി അതിനെ വെറുതെ ഒന്ന് ഓടിച്ച് വായിച്ച് എന്തൊക്കെ അറിയാം എന്ന് ആ കുട്ടി കൃത്യമായിട്ടൊന്ന് ഉറപ്പുവരുത്തണം. ശേഷം അറിയുന്നത് ആദ്യം എഴുതി തുടങ്ങണം. അറിയുന്നതെല്ലാം നമ്പർ ഇട്ട് എഴുതി 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 അറിയാത്തത് അല്പം അറിയുന്നത് രണ്ടാമതും അറിയാത്തത് ശേഷവും എഴുതണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും വേണം. അറിയുന്നതെല്ലാം എഴുതി വെച്ചതിനു ശേഷം അല്പം അറിയുന്നത് രണ്ടാമതും അറിയാത്തത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനൊരു ശ്രമവും കൂടി നടത്തുമ്പോഴാണ് പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ കഴിയുക എന്ന ബോധ്യമുണ്ടാവണം. പരീക്ഷാ ഹാളിലേക്ക് പ്രതീക്ഷയോടുകൂടി കയറുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറുക. റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ബോധമുണ്ടാവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? മനോഹരമായ ഗാനം ആലപിക്കുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥി ആദം സൗബാൻ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖീനായറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അടുത്തതായി MTQ FM റേഡിയോക്ക് ആശംസകൾ നേർന്ന് നമ്മോട് സംസാരിക്കുന്നു MTQ മങ്കട ബ്രാഞ്ച് സെക്രട്ടറി ഹാരിസ് സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഏറ്റവും ബഹുമാനപ്പെട്ട മർക്കസ് തഹ്ഫീദുൽ ഖുർആനിലെ മക്കളെ പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാതൃസ്ഥാപനമായ MTQ താനൂര് മക്കളുടെ മാനസിക ഉല്ലാസത്തിനും മാനസികാരോഗ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് തുടക്കം കുറിച്ചുകൊണ്ട് മർക്കസ് തഹ്ഫീദുൽ ഖുർആനിൻ്റെ FM റേഡിയോക്കും മങ്കട MTQവിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത്തരം നല്ല സംരംഭങ്ങൾ അത് പടച്ചറബിൻ്റെ കലാം പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ നിന്ന് അവർക്ക് നല്ല മാർഗത്തിലേക്ക് പോകുന്നതിനും അവരുടെ ചിന്തയെ അവരുടെ മനസ്സിനെ മാനസികാരോഗ്യമുള്ളതാക്കുന്നതിനൊക്കെ വലിയ നിദാനമാകുന്നുണ്ട്. മനുഷ്യൻ ഈ ഭൂമുഖത്ത് താമസിക്കുന്നത് തന്നെ സൃഷ്ടാവ് നൽകിയ അറിവും ബുദ്ധിയും ഉപയോഗപ്പെടുത്തി അതിലൂടെ നന്മയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ഖുർആനിൽ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണല്ലോ പറഞ്ഞത്.
നമ്മൾ ജീവിതവും മരണവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, കുട്ടികൾ ഖുർആൻ മനനം ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ സ്വായത്തമാക്കുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ പഠനം അത് നമ്മുടെ മനസ്സിനെയും ചിന്തയുമൊക്കെ തൊട്ടുണർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് വന്നിട്ടുള്ള, അതിനെ സ്വയം തയ്യാറായി സന്നദ്ധരായിട്ടുള്ള എല്ലാ മക്കൾക്കും അള്ളാഹു അവർക്ക് നല്ല ചിന്തയും ബുദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നല്ല സംരംഭം അവർക്ക് പുതിയ ഊർജവും പുതിയ ഉന്മേഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ മുൻകൈയെടുത്ത, ഇത്തരത്തിലുള്ള ചിന്ത കൊണ്ടുവന്ന സംഘാടകർക്കും മങ്കട മർക്കസ് തഫീദ് ഖുർആന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഒക്കെ അറിയിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം തരുമാറാകട്ടെ. അവൻ്റെ കാവൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അവസാനിപ്പിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൗതുകജാലകം പരിപാടിയിൽ രസകരമായ വിശേഷങ്ങളുമായി 7ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുറഹ്മാൻ. കുറെ നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകളിലെ വിരലുകളിൽ ചുളിവുകൾ കാണും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത്, നമ്മൾ കുറെ സമയം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് ഗ്രിപ്പുണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരം ഇത്തരത്തിലുള്ള ചുളിവുകൾ ഉണ്ടാകുന്നത്. അഥവാ ഈ ചുളിവുകൾ ഇല്ല എങ്കിൽ വെള്ളത്തിൽ നമുക്ക് ഒന്നും പിടിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും മനസ്സ് തകർക്കുന്ന വാർത്തകളാണ് നാം കാണുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അടക്കം നിരവധി കൊലപാതകങ്ങളാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നടന്നത്. സമകാലിക സാഹചര്യത്തിൽ ഒരു ഹദീസ് നമുക്ക് കേൾക്കാം. സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം നാസർ സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിൽ ഫായിസീന ബിറല്ലാഹ്. അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം ചെയ്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു തിരുവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ അടുക്കുമ്പോൾ അറിവ് ഉയർത്തപ്പെടും, കുഴപ്പങ്ങൾ പ്രകടമാകും, ആളുകളുടെ ഹൃദയങ്ങളിൽ പിശുക്കിടപ്പെടും, ഹർജ് വർദ്ധിക്കും. അപ്പോൾ റസൂലിനോട് ചോദിച്ചു, എന്താണ് റസൂലെ ഹർജ് എന്നാൽ? റസൂൽ പറഞ്ഞു, അത് കൊലപാതകമാകുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, കൊലപാതകങ്ങളും അതുപോലെ തന്നെ കുഴപ്പങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവസമൂഹങ്ങൾ എന്തിനാണ് തങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ അക്രമങ്ങളിൽ അല്ലെങ്കിൽ കുഴപ്പങ്ങളിൽ തങ്ങൾ ഇടപെടുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും ചിന്തിക്കാതെ തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് തങ്ങൾ എന്തൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ഇത്തരം പൈശാചികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. താൻ വിചാരിച്ചൊരു കാര്യം നടപ്പാക്കഴിഞ്ഞാൽ തൻ്റെ മനസ്സിനെ നിരാശ ബാധിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് വളരെയേറെ പ്രകടമാകുന്ന ഒരു സത്യം അതാണ്. നിരാശാജനകമായ മനസ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള ഒരു കരുത്ത്, ഒരു ചിന്ത പോലും മനസ്സിലില്ലാത്ത സമൂഹം തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഏത് വഴിയും സ്വീകരിക്കുക എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരോ ക്രൂരമായ കൊലപാതകങ്ങളും നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തങ്ങളുടെ ഇച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട്, മനസ്സിൻ്റെ ഹവക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമുക്കൊരു ഷർറ് വരികയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്, ഒരു നന്മ നാമത്ത് വരികയാണെങ്കിൽ അതും അള്ളാഹുവിൽ നിന്നാണ് എന്ന ചിന്തയില്ലാതെ ദിനേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അഥവാ ആ തുടങ്ങുന്ന പ്രാർത്ഥന പറയുന്ന ഒരു ഷർറ് അള്ളാഹു തീരുമാനിച്ചാൽ അത് എന്നിൽ നിന്ന് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരു ഹൈറ് എനിക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് എന്നിൽ നിന്ന് തടുക്കുവാനും ആർക്കും സാധ്യമല്ല. ഈ ഒരു വിശ്വാസത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് അതിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ തനിക്ക് തവക്കുൽ നൽകാൻ അല്ലെങ്കിൽ തവക്കുലാക്കാൻ തൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, തൻ്റെ റബ്ബിൽ നിന്ന് മാത്രമാണ് എനിക്ക്
നന്മയും ഹൈറും ഷെറും ഉണ്ടാവുക എന്ന വിശ്വാസം മനസ്സിൽ അടിയുറച്ച് നിന്നാൽ പിന്നീട് ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും നമ്മുടെ മനസ്സിലുണ്ടാവുകയില്ല. അള്ളാഹു അത്തരത്തിൽ റബ്ബിന് തവക്കുൽ ചെയ്യുന്ന, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് തേടുന്ന നല്ല സത്യവിശ്വാസികളായി ജീവിക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ മക്കളും അത്തരത്തിലാകുവാനും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും കൊലപാതകങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ എന്താണ് പരിഹാരം? ശ്രോതാക്കൾക്ക് അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായം വോയിസ് ആയി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കുക. അയക്കേണ്ട നമ്പർ 9847260225. ഒരിക്കൽ കൂടെ പറയുന്നു, 9847260225. പേരും സ്ഥലവും അയക്കാൻ മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കേൾക്കാം. ഗുഡ് ബൈ. Stay tuned on MTQ FM Radio. Goodbye.